നിങ്ങളെ പുകഴ്ത്തി സംസാരിച്ചാലും ഒരാൾ പറഞ്ഞ കുറ്റപ്പെടുത്തൽ മാത്രമായിരിക്കും നിങ്ങളുടെ മനസ്സിൽ തങ്ങി നിൽക്കുന്നത്. രാത്രി കിടക്കുമ്പോൾ ആ ഒരു നെഗറ്റീവ് കമന്റ് ഓർത്തായിരിക്കും നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടുന്നത്. എന്തുകൊണ്ടാണ് നമ്മുടെ മനസ്സ് നന്മകളെക്കാൾ വേഗത്തിൽ തിന്മകളെ ഒപ്പിയെടുക്കുന്നത്? ഇതിനെ നെഗറ്റിവിറ്റി ബയാസ് എന്ന് വിളിക്കുന്നു. മനുഷ്യന്റെ അതിജീവനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണിത്. പണ്ട് കാലത്ത് അപകടങ്ങളെ മുൻകൂട്ടി കാണാൻ പരിണമിച്ച നമ്മളുടെ മസ്തിഷ്കം ഇപ്പോഴും മോശമായ കാര്യങ്ങൾക്കാണ് മുൻഗണന നൽകുന്നത്. അതുകൊണ്ട് തന്നെ സന്തോഷകരമായ 10 കാര്യങ്ങളെക്കാൾ ഒരു സങ്കടകരമായ കാര്യം നമ്മളെ കൂടുതൽ സ്വാധീനിക്കുന്നു. ഭർത്താവ് ചെയ്ത 100 നല്ല കാര്യങ്ങൾ മറന്ന് അയാൾ ഒരിക്കൽ പറഞ്ഞ മോശം വാക്കിനെ ചൊല്ലി വഴക്കിടുന്നത്, മക്കളുടെ പരാജയങ്ങളെ മാത്രം വലുതാക്കി കാണിക്കുന്നത്, സോഷ്യൽ മീഡിയയിൽ വരുന്ന ഒരു മോശം കമന്റിനെ ഓർത്ത് ദിവസം മുഴുവൻ വിഷമിക്കുന്നത്. സത്യമായതും മാന്യമായതും നീതിയുക്തമായതും നിർമ്മലമായതും എന്തിലെങ്കിലും നന്മയുണ്ടെങ്കിൽ അവയെക്കുറിച്ച് ചിന്തിക്കുവേൻ എന്ന പൗലോസ്ലിഹായുടെ വാക്കുകൾ ഈ നെഗറ്റീവ് ബയാസിനെ മറികടക്കാനുള്ള ഒരു മരുന്നാണ്. ബോധപൂർവം നന്മകളെ ധ്യാനിക്കുന്നത് നമ്മളുടെ ആത്മീയ വളർച്ചയ്ക്ക് അത്യാവശ്യമാണ്. ഇന്ന് നിങ്ങളുടെ ജീവിതത്തിലെ 5 അനുഗ്രഹങ്ങളെ ഓർത്ത് നന്ദി പറയൂ. നെഗറ്റീവ് ചിന്തകൾക്ക് വിട നൽകൂ.